1 കോടിക്ക് മേൽ 3 കോടി വരെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാവുന്നതാണ്. അതിനുമേൽ തുക നഷ്ടപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള സംഭവങ്ങളിൽ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് വിടാം. ഇതാണ് 200 കോടിക്ക് മേൽ സാമ്പത്തിക തട്ടിപ്പുണ്ടായിട്ടുള്ള G&G കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ജില്ലാ പോലീസ് സൂപ്രണ്ട് നൽകിയ ശുപാർശ പരിഗണിച്ചാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനം. ഇതുപ്രകാരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 120 കേസുകളുടെ വിവരങ്ങൾ ഉടൻ കൈമാറും. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമെന്നത് കേസ് ഡയറികളുടെ വിശദ പരിശോധനയും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലുമാണ്. 4 പ്രതികളുള്ള കേസിൽ 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് ജി നായർ എന്നിവർ 1 മാസം മുൻപ് പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതേസമയം 3-ാം പ്രതി സിന്ധു വി നായരെ കണ്ടെത്താൻ 2 മാസത്തെ പോലീസ് ശ്രമം കൊണ്ടും സാധിച്ചിട്ടില്ല. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി 2 ആഴ്ച മുൻപ് തള്ളി. തുടർന്ന് സിന്ധു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിൽ വക്കാലത്തെടുത്ത അഭിഭാഷകർ ഇവരെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്ന സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. നേരത്തെ ഇവർ ഉണ്ടെന്ന സൂചനകളെ തുടർന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം പോലീസ് അന്വേഷിച്ചെത്തിയിരുന്നു. ഗോവിന്ദ് ജി നായരുടെ ഭാര്യ ലക്ഷ്മി ലേഖാകുമാറാണ് കേസിലെ 4-ാം പ്രതി. ഇവർ മാസങ്ങൾക്ക് മുൻപ് തന്നെ UAE കടന്നിരുന്നു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 30-ലധികം ശാഖകൾ മുഖേന 100 കണക്കിന് പേരിൽ നിന്നായി പണം സ്വീകരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.